മന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ. പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മന്നാമംഗലം, മുരിക്കുംപാറ, മരൊട്ടിച്ചാൽ, ചുള്ളിക്കാവ് പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും ഉറപ്പാക്കും. പ്രദേശവാസികളുമായും തദ്ദേശ സ്ഥാപന അധികൃതരുമായും ആശയവിനിമയം നടത്തി. പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും ചില സ്വകാര്യ ഭൂമികളിലും സാധാരണയിലും ഏറെയായി പുല്ലുകളും മറ്റ് ചെടികളും വളർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ 6 ക്യാമറകൾ വ്യത്യസ്ത ആംഗിളിൽ സ്ഥാപിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 1 ക്യാമറ മാത്രമാണ് ഉള്ളത്. മന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിമിതമായ ജീവനക്കാർ മാത്രം ഉള്ളതിനാൽ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് വനം മന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി കെ രാജൻ അറിയിച്ചു. സന്ദർശനത്തിൽ പഞ്ചായത്ത് അധികൃതർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു. മന്നാമംഗലത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് 24 മണിക്കൂറും സജ്ജമായി പ്രവർത്തിക്കുന്ന വിധത്തിൽ ഒരു കൺട്രോൾ റൂം, ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി എപ്പോഴും ആളുകൾക്ക് സേവനം കിട്ടാവുന്ന വിധത്തിൽ 24 മണിക്കൂറും ആളുണ്ടാകുന്ന വിധത്തിൽ ഒരു റിസപ്ഷൻ പോലെ ഫോൺ എടുക്കാൻ ആളും അതനുസരിച്ചിട്ടുള്ള കൺട്രോൾ റൂമും ഉണ്ടാകണം എന്നാണ് ഒരു കാര്യം തീരുമാനിച്ചത്. 2, ഈ ഒരാഴ്ചക്കാലം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും വരെ രാത്രി പൂർണ്ണമായും ഈ മേഖലയിൽ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് നിർബന്ധമായിട്ട് വേണം. ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായവും ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചു.